ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 2 ശ്ലോകം 7. ഭഗവാന്റെ മനോഹരമായ രൂപം കേൾക്കുകയും അത് മനസ്സുകൊണ്ട് കാണുകയും ചെയ്യുന്നവരുടെ, അതായത് ശ്രവണം, മനനം തുടങ്ങിയ പൂർവ്വരൂപവും ആനന്ദബാഷ്പം, പുളകം മുതലായ ബാഹ്യഭാവങ്ങളും കൊണ്ട് ഉത്തമ ഭക്തിയുടെ സ്വരൂപം വർണ്ണിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 4 ശ്ലോകങ്ങളെ കൊണ്ട് ഭക്തിയുടെ മേന്മ വെളിവാക്കുകയാണ്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്ന 3 ഉപാധികളിൽ ഭക്തിയോഗമാണ് ഏറ്റവും വിശിഷ്ടം എന്നത്രേ ശ്രീ ഭട്ടതിരിപ്പാടിൻ്റെ നിഗമനം. 7ാമത്തെ ശ്ലോകം. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരേർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷേർലഭ്യാരമാവല്ലഭ. ഏവം ഭൂതതയാ ഹി ഭക്തി അഭിഹിത യോഗഃ സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരേ ഹി ഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിഃ നിശ്രമം ഏവ വിശ്വപുരുഷൈഃ ലഭ്യ രമാവല്ലഭ. ഏവം ബോധതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരേർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷേർലഭ്യാരമാവല്ലഭ. ഏവം ഭൂതതയാ ഹി ഭഗവത് രൂപ ശ്രവണ മനനാദി കൊണ്ട് ഇമാതിരി ചിത്താദ്രീഭാവം അനുഭൂതമായതുകൊണ്ട് തന്നെയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, മനോഹരമായ നിന്ദ്രവടിയുടെ സ്വരൂപം സൽക്കഥാരൂപേണ കേൾക്കുന്നവരുടെ മനസ്സിനെ പെട്ടെന്നത് പ്രേരിപ്പിക്കുകയും മതിപ്പിക്കുകയും, അതായത് ആനന്ദവിവശമാക്കുകയും ദേഹം മുഴുവനും രോമാഞ്ചമണിയിക്കുകയും അടക്കാനാകാത്ത ആനന്ദം കൊണ്ടുണ്ടാകുന്ന കുളിർത്ത കണ്ണുനീരിൽ ആറാടിക്കുകയും ചെയ്യും പറഞ്ഞു. അങ്ങനെ ഭഗവത് രൂപ ശ്രവണ മനനാദികൾ കൊണ്ട് ഇമാതിരി ചിത്താദ്രീഭാവം അനുഭൂതമായതുകൊണ്ട് തന്നെയാണ് യോഗീശ്വരേഹി വ്യാസനാരദാദി യോഗീശ്വരന്മാർ ഭക്ത്യഭിഹിത ഭക്തി എന്ന് പറയപ്പെടുന്ന സഹായോഗ, ആ യോഗം കർമ്മജ്ഞാനമയാത് യോഗദ്വയാത് കർമ്മയോഗം, ജ്ഞാനയോഗം എന്നറിയപ്പെടുന്ന മറ്റ് 2 തരം ഭഗവത് പ്രാപ്തി മാർഗങ്ങളെക്കാളും വൃഷോത്തമതരഹ ഇതി ഗീയതേ അത്യുത്തമമാണ് എന്ന് പാടി പുകഴ്ത്തി പോരുന്നത്. ഹേ രമാവല്ലഭ, അല്ലയോ ശ്രീദേവിക്ക് പ്രിയതമനായ ഭഗവാനെ, സൗന്ദര്യൈകരസാത്മകേ സൗന്ദര്യമെന്ന ഒരേ ഒരു രസമാകുന്ന സ്വരൂപത്തോടു കൂടിയ ത്വയി ഖലു നിന്തിരുവടിയിൽ പ്രേമപ്രകർഷാത്മിക പരമപ്രീതിരൂപമായ ഭക്തി വിശ്വപുരുഷേഹി നിശ്രമം ഏവ ലഭ്യ സാധാരണക്കാർക്കെല്ലാം തന്നെ ശ്രമം കൂടാതെ സ്വാഭാവികമായിട്ട് കൈവരുന്നതാകുന്നു. സ്ത്രീയും മനസ്സും ഒരേ തരക്കാരാണ്. അതായത് ചപലതയിൽ സ്ത്രീക്ക് പ്രിയങ്കരമായ ഭഗവത് രൂപം മനസ്സിനും പ്രീതികരമാകാതെ വരില്ല എന്ന് രമാവല്ലഭ എന്ന സംബുദ്ധിയിൽ ഇവിടെ ജ്യോതിപ്പിച്ചു. യാദൃച്ഛികമായിട്ടാണെങ്കിലും ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുതു പോകാൻ ഇടവന്നാൽ വിശ്വവശ്യമായ ഭഗവത് വിഗ്രഹം കാണുവാൻ ഇടവരികയും അറിയാതെ തന്നെ സംതൃപ്തി രൂപമായ ഭക്തി പൊട്ടിമുളയ്ക്കുകയും അയാൾ ഭഗവത് ഭക്തനായി മാറിപ്പോവുകയും ചെയ്യും എന്നൊരു പരമാർത്ഥം കൂടി ഇവിടെ ഭട്ടതിരിപ്പാട് സൂചിപ്പിച്ചിരിക്കുകയാണ്. ഭഗവത് രൂപ ശ്രവണ മനനാദികൾ കൊണ്ട് ഇമാതിരി ചിത്താദ്രീഭാവം അനുഭൂതമായതുകൊണ്ട് തന്നെയാണ് വ്യാസനാരദാദി യോഗീശ്വരന്മാർ ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം കർമ്മയോഗം, ജ്ഞാനയോഗം എന്നറിയപ്പെടുന്ന മറ്റ് 2 തരം ഭഗവത് പ്രാപ്തി മാർഗത്തെക്കാളും അത്യുത്തമമാണ് എന്ന് പാടി പുകഴ്ത്തി പോരുന്നത്. ഹേ ശ്രീദേവിക്ക് പ്രിയതമനായ ഭഗവാനെ, സൗന്ദര്യമെന്ന ഒരേ ഒരു രസമാകുന്ന സ്വരൂപത്തോടുകൂടിയ നിന്തിരുവടിയിൽ പരമപ്രീതി രൂപമായ ഭക്തി സാധാരണക്കാർക്കെല്ലാം തന്നെ ശ്രമം കൂടാതെ സ്വാഭാവികമായി കൈവരുന്നതാകുന്നു. ഏവം ബോധതയാ ഹി ഭക്ത്യവിഹിതോ യോഗസയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരേർഗീയതേ
സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാരമാവല്ലഭ ഏവം ഭൂതദയാ ഹി ഭക്ത്യവിഹിതോ യോഗഃ സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് മൃഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാരമാവല്ലഭ ഏവം ഭൂതദയാ ഹി ഭക്ത്യവിഹിതോ യോഗഃ സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് മൃഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാരമാവല്ലഭ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.